നമ്മളിന്ന് മുട്ട പൊത്തി ഒഴിച്ച് വെക്കാൻ പോകണം. പൊത്തി ഒഴിച്ച് എങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിന് ഒരിത്തിരി മല്ലിച്ചപ്പും കൂടെ ഇട്ട് നമ്മുടെ കറിനെ ഫിനിഷ് ആക്കിയിരിക്കുന്നു. നമ്മുടെ പാലപ്പം റെഡിയായി. ഇതാ പാലപ്പം ഒഴിവട്ടെടുത്തിട്ടു. അടിപൊളി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ചെറിയൊരു കറി വെക്കുന്നത്, മുട്ടക്കറി വെക്കുന്നതാണ്. മുട്ടക്കറി എല്ലാവർക്കും വെക്കാനൊക്കെ അറിയാം, എങ്കിലും നമ്മളിന്ന് മുട്ട പൊത്തി ഒഴിച്ച് വെക്കാൻ പോകണം. പൊത്തി ഒഴിച്ച് എങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടക്കറി വെച്ച് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പവും മുട്ടക്കറിയും കൂടെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ബാ, എല്ലാവരും ബാ. എന്നാൽ പിന്നെ നമുക്ക് ചട്ടി എടുപ്പത്ത് വെച്ച് ഇത്തിരി എണ്ണ ചൂടായി ശകലം കടുകിട്ട് പൊട്ടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തിരി പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഉള്ളി, കരിയാപ്പില, പച്ചമുളക് എല്ലാം കൂടി വഴറ്റാം. നമുക്ക് ഇച്ചിരി ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാതെ അതും കൂടി ഇട്ട് വഴറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ശരിക്കും വഴന്നു. നമുക്ക് ഇച്ചിരി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാതെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റാം. തക്കാളി ഉള്ളിയെല്ലാം വഴന്ന് പാകത്തിനായി നമ്മളതിനകത്തോട്ട് മസാലക്കൂട്ട് ചേർക്കുവാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും കൂടി ഇട്ട് വഴറ്റുക. നമ്മുടെ മസാലയെല്ലാം വഴന്ന് ശരിയായി അതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറി ഇച്ചിരി തിളപ്പിച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ മിക്സ് ചെയ്ത്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൊത്തി ഒഴിച്ചാണ് വെക്കുന്ന മുട്ട. അപ്പോൾ നമ്മൾ മുട്ടേനെ കൊത്തി ഇങ്ങനെ ഒഴിക്കുന്നു. ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ അനക്കാൻ പാടില്ല. ഈ മുട്ടേനെ നമ്മൾ മൂടി വെച്ച് നല്ല വേവിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ മുട്ടേനെ നമുക്ക് നല്ല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മറിച്ചിടണം. പൊട്ടിപ്പോകാതെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മറിക്കുക. ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മറിക്കുക. നമ്മുടെ കറി ഫിനിഷിങ്ങായി. ലാസ്റ്റ് ഒരു ഇച്ചിരി പൊതിനയില് ഒത്തിരി ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ കറിനെ ഫിനിഷ് ആക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ പോവാം. പാലപ്പച്ചട്ടി ചൂടായി. നമ്മൾ പാലപ്പം ഒഴിച്ചു കൊടുത്തു, മാവ് ഒഴിച്ചു. നമ്മുടെ പാലപ്പം റെഡിയായി. ഇതാ പാലപ്പം ഒഴിവട്ടെടുത്തിട്ടു. എന്തോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കൊച്ചിന് വെള്ളയപ്പവും മുട്ടക്കറിയും. ഇത് വേഗം തിന്നിട്ട് സ്കൂളിൽ പോകാൻ റെഡിയാകും കേട്ടോ. എന്നാൽ വേഗം തിന്ന് നോക്കിയിട്ട് നിനക്ക് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞ്. അടിപൊളി. രുചിയുണ്ടോ? നല്ലതാണോ? സൂപ്പർ. എന്നാൽ വേഗം തിന്നിട്ട് സ്കൂളിൽ പോകാൻ നോക്ക് കേട്ടോ. എന്നാ ഞാൻ പിന്നെ ഇത് മുഴുവൻ കഴിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോട്ടെ. ഇന്ന് മമ്മി ഉണ്ടാക്കിയ ഈ മുട്ടക്കറിയും വെള്ളയപ്പവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.